കേട്ടോ. ആ ഇന്ധനവില വർദ്ധിച്ചതിൽ ടാക്സി നിരക്കുകൾ പുതുക്കാത്തതിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കുകയാണ്. ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരക്ക് വർധനയാണ് പ്രധാന ആവശ്യം. എന്നാൽ ഇന്ധനവില ഇനിയും ഉയർത്തിയേക്കുമെന്ന സൂചനയാണ് ദില്ലിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. ആദിൽ പാലോട് ദില്ലിയിലുണ്ട്. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ഇന്ന് ദില്ലിയിൽ വന്നിറങ്ങുന്നവർ ഓട്ടോ ടാക്സി കിട്ടാതെ ബുദ്ധിമുട്ടുമോ? എന്താണ് അവസ്ഥ? 3 ദിവസത്തെ സമരമൊക്കെയാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ആദിൽ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ദില്ലിയിലാണുള്ളത്. ദില്ലിയിൽ ഓട്ടോ ടാക്സി സമരം 3 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നാട്ടിലേതുപോലെ സംയുക്തമായ ഒരു സമരമൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. ഭാഗികമാണ്. കുറച്ചുപേർ ഓടുന്നുണ്ട്, കുറച്ചുപേർ ഓടുന്നില്ല. ഇവിടെ നാട്ടിലേതുപോലെ തൊഴിലാളി സംഘടനകളൊന്നും അത്ര ശക്തമല്ല. അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ ഓട്ടോ തൊഴിലാളികളുണ്ട്. ഒരുപക്ഷെ CNGയുടെയൊക്കെ വില വർദ്ധിച്ചിട്ട് നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്നാണ് ദില്ലിയിലെ ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും പറയുന്നത്. കൂടുതലും ഇവിടെ ഓടുന്നത് CNGകളിലാണ് ഓട്ടോ ഓടുന്നത്. CNG കിത്തനെ പൈസ പെടാ ദിയാ? पर केजी 3 रुपया बढ़ा है अभी. അതായത് 1 കിലോയ്ക്ക് 3 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. आगे से क्या करे, फैमिली का खर्चा कैसे होगा? सर जी फैमिली का खर्चा तो बड़ा मुश्किल चल रहा है अभी. लेकिन गाड़ी का मेंटेनेंस रख रखाव, उसके बाद प्राइवेट बाइक, प्राइवेट गाड़ियाँ जो चल रही है ओला उबर में, ये हमें सबसे ज़्यादा परेशान कर रही है. बहुत परेशान कर रही है प्राइवेट टैक्सी. प्राइवेट नंबर की गाड़ियाँ जो टैक्सी में चल रही है, अब रेट भी बढ़ाना पड़ेगा. हाँ, सरकार को गाड़ी का मेंटेनेंस 55% महंगा हो चुका है अभी. अതാണ് വലിയ ബുദ്ധിമുട്ടിലാണ്. भाई साहब, एक दिन कितने कमाता है आप लोग? कितने खर्चा है घर का? देखिए, कमाते हैं 500 रुपया, लेकिन खर्च भी उतना ही 500-600 रुपये हो जाता है. हम लोग को 1 रुपया बचता नहीं. ठीक है. ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിയുന്നില്ല. 600 രൂപ വീട്ടിൽ ചെലവുണ്ടെങ്കിൽ 500 രൂപ മാത്രമാണ് ഒരു ദിവസം ഓടുമ്പോൾ കിട്ടുന്നത് എന്നാണ് ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളി. ആജ് ഹർത്താലേക്ക്. देखिए, हड़ताल है, लेकिन हड़ताल से कोई फर्क पड़ता नहीं है. इसलिए कि जो हम लोग को दिल्ली के अंदर 1,30,000 ऑटो है, लेकिन 2 लाख बाइक है रेपिडो और 5 लाख. അതായത് ഇവിടെ ഓട്ടോറിക്ഷ സമരം നടത്തിയാലും റാപ്പിഡോ ബൈക്കുകൾ ഓടും. പിന്നെ സമരം നടത്തിയിട്ട് കാര്യമില്ലല്ലോ എന്നാണ് സമരം നടത്തുന്നവർ തന്നെ പറയുന്നത്. ഏതായാലും വലിയ തോതിൽ ദില്ലിയിലെ നിരത്തുകളിൽ നിന്ന് ഓട്ടോകൾ, ടാക്സികളും 3 ദിവസത്തേക്ക് സമരം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല. അവിടെ ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരമൊക്കെ കാത്തു നിൽക്കും. അത് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി പോകും. കാരണം അവർക്കറിയാം അവരുടെ വയറ്റിപ്പിഴപ്പാണ് അത്. പക്ഷേ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയുള്ള സമരമാണ്. ഇവരെയൊന്നും സംഘടിച്ച് ആ അർത്ഥത്തിൽ ഒരു പൂർണ്ണ സമരത്തിലേക്ക് നയിക്കാനുള്ള കരുത്ത് ട്രേഡ് യൂണിയനുകൾക്ക് പലപ്പോഴും ഉത്തരേന്ത്യയിൽ ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, പരിഭവമുണ്ട്. പക്ഷേ ഇതൊരു സമരത്തിലേക്കൊക്കെ എത്തിച്ച് അതിൻ്റെ ഫലം കൊയ്യാൻ മാത്രമുള്ള ഒരു ട്രേഡ് യൂണിയൻ സംഘടനാ സംവിധാനമൊന്നും ഉത്തരേന്ത്യയിൽ പലയിടത്തും ഇപ്പോൾ ശക്തമല്ല. അതുകൊണ്ട് തന്നെ 3 ദിവസം സമരം പ്രഖ്യാപിക്കും. ഉച്ചയാകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇവിടുത്തെ പുറത്തിറക്കും. അതാണ് ആദിൽ പാലോട് പറയുന്നത്. ഇവിടുത്തെ പോലെ അങ്ങനെ സമരം കടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എങ്കിലും അവർ 3 ദിവസത്തെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരിയാണ്, ഈ ഇന്ധനവില കൂടുന്ന സാഹചര്യത്തിൽ അവർ പട്ടിണിയാവും. 700 രൂപ ചെലവും 500 രൂപ വരുമാനവും. എങ്ങനെ മുന്നോട്ട് പോകും?